ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന നോവലാണ്. അതിൻ്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പോയാലോ? ഗാഥമോൾ ഇനിയൊന്ന് വരും ചേച്ചി. എനിക്കറിയത്തില്ല, അതേക്കുറിച്ച് എന്നോടൊന്നും പറയാറില്ല. ഇൻറ്റേൺഷിപ്പ് കഴിയാതെ ഒരു രക്ഷയില്ലെന്ന് അവൾ. ഞായറാഴ്ച ചേച്ചിക്ക് ചെന്ന് കണ്ടിട്ട് വരാമല്ലോ? ശരിയാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര ബോറാ, സുരഭി പറഞ്ഞു. മോളെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വിജയേച്ചിയുടെ കാര്യങ്ങൾ നിരാശയോടെ മായ പറഞ്ഞു. അതിനെന്താ, ചേച്ചിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അനിയത്തിയുടെ വീട്ടിലേക്ക് പോട്ടെ. എങ്കിലും ഞാനും വരാം, മോളുടെ കൂട്ടുകാരികളും കാണാമല്ലോ. ധന്യയുടെയും റോഷ്നിയുടെയും കാര്യം ഓർത്തപ്പോൾ അറിയാതെ സുരഭി ഒന്ന് പുഞ്ചിരിച്ചു. കൊച്ചു വില്ലത്തികളാണ് കൂട്ടുകാരികൾ. മോളും ഒട്ടും മോശമല്ല. അന്ന് അവരെന്തെല്ലാം വേണ്ടാദിനങ്ങളാണ് പറഞ്ഞൊപ്പിച്ചത്. പാവം സേതു ഒന്നും അറിയുന്നില്ലല്ലോ. അവരുടെ വാഗ്ധോരണയിൽ ഏതാണ്ട് വീണുപോയതാണ് ഞാൻ. പക്ഷേ ഒരു വിധത്തിൽ കരയ്ക്ക് കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സമയം 6:30 സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വന്നപ്പോഴാണ് സുരഭിയുടെ മൊബൈൽ ബെല്ലടിച്ചത്. ഓഫീസിൽ ആരെങ്കിലും ആകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ ചെന്ന് ഫോണെടുത്തത്. ഗാഥയാണ് വിളിച്ചത്. ഡ്യൂട്ടി കഴിഞ്ഞ മോളെ? ബെഡിലിരുന്നു കൊണ്ട് സുരഭി ചോദിച്ചു. കഴിഞ്ഞമ്മേ, ഫ്ലാറ്റിലെത്തിയ ഉടനെ അമ്മയെ വിളിച്ചതാ. അവിടെ എന്തുണ്ട് വിശേഷം? അതൊരു സാധാരണ വിശേഷം ചോദിക്കലല്ലെന്ന് സ്വരവ്യത്യാസം കാരണം സുരഭിക്ക് മനസ്സിലായി. ഇവിടെ എന്ത് വിശേഷം? ഒന്നുമില്ല. ആരും വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞുമില്ല. ഗാഥ വീണ്ടും ചോദിച്ചു. ഇല്ല. എന്താ മോളെ? രാഹുലേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യം ആരും അറിയിച്ചില്ലേ? സുരഭി ഞെട്ടിപ്പോയി. ഇല്ല. എന്തിനാ രാഹുലിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്? ഒന്നും ഞാൻ അറിഞ്ഞില്ല മോളെ. ആരും പറഞ്ഞില്ലേ? അമ്പലപ്പുഴയിൽ സൂരജിൻ്റെ വീട്ടിൽ കൂട്ടുകാരനായി ചെന്നിട്ട് അവിടുത്തെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനെ ഗാഥ പറഞ്ഞു. സുരഭി വീണ്ടും ഞെട്ടി. എന്തിനാ അവൻ സൂരജിൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത്? നമ്മുടെ വീട്ടിൽ സൂരജ് വന്നില്ലേ? ആ കാര്യം രാഹുലേട്ടൻ എങ്ങനെയോ അറിഞ്ഞു. പുള്ളിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സൂരജ് ഇനി നമ്മുടെ വീട്ടിൽ വന്നാൽ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞിട്ട് പോന്നു. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? സൂരജ് ഇവിടെ വന്ന അവനെന്താ കുഴപ്പം? സുരഭി ചോദിച്ചു. പെട്ടെന്നാണ് വിജയലക്ഷ്മിയുടെ മുഖത്ത് കണ്ട പരിഭ്രമം സുരഭിക്ക് ഓർമ്മ വന്നത്. വിജയേച്ചി ഇതറിഞ്ഞു കാണും. ജയശ്രീ ചേച്ചി വിളിച്ചു പറയാതിരിക്കില്ല. ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ചെന്ന് അതടച്ചു ബോൾട്ടിട്ടു. സൂരജിൻ്റെ അമ്മ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ? സുരഭി ചോദിച്ചു. ജിതിൻ എന്നൊരു ഫ്രണ്ടിനോടൊപ്പമാണ് പുള്ളി സൂരജിൻ്റെ വീട്ടിൽ ചെന്നത്. ആളാരാണെന്നറിയാതെ ആ വൃത്തികേടെല്ലാം കാണിച്ചത്. അതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കിയുള്ളവർ ബുദ്ധിയുള്ളവരാണെന്ന് അറിയില്ലായിരുന്നു, ഗാഥ പറഞ്ഞു. അവൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ആര് പറഞ്ഞിട്ടവൻ? സുരഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു. പോലീസ് രണ്ടുപേരെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് രാഹുൽ എന്നറിയുന്നത്. അത് കൺഫേം ചെയ്യാൻ അമ്മ സൂരജിനെ വിളിച്ചു. സൂരജ് വന്ന് എന്നോട് ചോദിച്ചപ്പോൾ മുഖത്ത് അടിയേറ്റതുപോലെയായിരുന്നു അമ്മയത്, ഗാഥ പറഞ്ഞു. ഇതിപ്പോൾ എന്ത് അപമാന വേറെ സംഭവിക്കാനുള്ളത് മോളെ? നമ്മളെക്കുറിച്ച് സൂരജും അമ്മയും എന്തു വിചാരിച്ചാണ്? പരാതി പിൻവലിക്കാൻ സൂരജിൻ്റെ അമ്മയ്ക്ക് പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു രാഹുലേട്ടൻ എൻ്റെ ബന്ധുവാണെന്ന് ഒരു പരിഗണനയും വേണ്ടാന്ന്. 2 ദിവസം ജയിലിൽ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ, ഗാഥ പറഞ്ഞു. അതാണ് വേണ്ടത്. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവനോട് ആര് പറഞ്ഞു? അവൻ ഇത്തരം മര്യാദക്കേട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മോളെ. സൗകര്യം കിട്ടുമ്പോൾ നീ ഒന്ന് വരണം. നമുക്ക് സൂരജിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കണ്ട് ക്ഷമ പറയണം. വരാം അമ്മേ. നാണക്കേട് കാരണം ധന്യയോടും റോഷനിയോടും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഇതുവരെ. അച്ഛൻ്റെ ബന്ധുക്കളെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? പക്ഷെ ഞാൻ പറയും. എന്നെങ്കിലും അവരിതൊക്കെ അറിഞ്ഞെന്ന് വരില്ല. അതിലും നല്ലത് ശരിയാ, പറയണം. നാണക്കേടൊന്നും വിചാരിക്കണ്ട. അവർ നല്ല ഫ്രണ്ട്സല്ലേ. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുക. വെക്കുക, നാളെ വിളിക്കാം. ഗാഥ കോള് കട്ട് ചെയ്തു. സുരഭി അതേ ഇരിപ്പിരുന്നു. ജയശ്രീ ചേച്ചി ഇക്കാര്യം വിജയേച്ചിയെ വിളിച്ചു പറഞ്ഞു കാണും. തന്നോട് പറയാത്തതാണ്. എന്തായാലും ഇക്കാര്യം വിജയേച്ചിയോട് ചോദിക്കുന്നില്ല. അറിഞ്ഞതായി നടിക്കുന്നുമില്ല. അവൻ ലോക്കപ്പിലാണെന്ന് പറയാൻ മടി കാണും. അത്താഴം കഴിക്കാൻ മായ ചെന്ന് വിളിച്ചെങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി നേരത്തെ മുറിയിൽ കയറി വാതിലടച്ചു.
ജയശ്രീ വീണ്ടും ക്ലോക്കിൽ നോക്കി. സമയം 8:30. അടുത്ത സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു ശീതള്. മൂകവും മ്ലാനവുമായിരുന്നു അന്തരീക്ഷം. ജിതിൻ ചേട്ടൻ്റെ അമ്മയെ ഒന്നുകൂടെ വിളിക്കാമേ, എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാമല്ലോ, ശീതള് പറഞ്ഞു. 1/2 മണിക്കൂർ പോലും ആയില്ല നേരത്തെ വിളിച്ചിട്ട്. അതിനുള്ളിൽ എന്ത് സംഭവിക്കാനാ? നേരം വിളിക്കാതെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല മോളെ. ജിതിൻ ചേട്ടൻ്റെ ഒരു ബന്ധു വക്കീലാണെന്നല്ലേ പറഞ്ഞത്? അയാളെ വിചാരിച്ചിട്ടൊന്നും നടന്നില്ലേ? ജാമ്യം കിട്ടാത്ത വല്ല വകുപ്പുമായിരിക്കും പോലീസ് എഴുതി വെച്ചത്. പിന്നെ ആരെന്ത് ശ്രമിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, ജയശ്രീ പറഞ്ഞു. രാഹുലേട്ടൻ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ടായിരുന്നു. ആരെങ്കിലും ആ വീട്ടിൽ വന്നിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. ഇതിപ്പോൾ സുരഭി ആൻറ്റിയും ഗാഥ ചേച്ചി അറിഞ്ഞാൽ ഭയങ്കര നാണക്കേടാകത്തില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ ഫലം? അവൻ്റെ എടുത്തുചാട്ടം അത്ര നല്ലതല്ല. എത്രയോ തവണ അവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അനുസരണയില്ല. ജയശ്രീക്കും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം സീരിയസ് കേസാണിപ്പോൾ. പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റത്തില്ല, ശീതള പറഞ്ഞു. ശരിയാ, അറസ്റ്റ് ചെയ്ത പത്രത്തിലും ടി വിയിലൊക്കെ പടം സഹിതം ന്യൂസ് വരും. പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? എന്തൊരു മണ്ടത്തരായി ചെറുക്കൻ കാണിച്ചത്. അച്ഛനിത് അറിയുമ്പോൾ ഓടി വരും. കുറ്റം മുഴുവൻ അമ്മയ്ക്ക് കിട്ടും. മക്കളെ നേരെ ചൊവ്വ വളർത്താൻ അറിയത്തില്ലെന്ന് ഇപ്പോൾ തന്നെ അമ്മയെക്കുറിച്ച് അച്ഛന് കംപ്ലയിൻസ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് അവനിങ്ങ് വരട്ടെ. കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഞാൻ. അവൻ്റെ ജയശ്രീ പല്ലുകൾ ഞെരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ കോള് വന്നു. വല്ലതും അറിഞ്ഞോ ജയേ? അവർ ചോദിച്ചു. ഇല്ല ചേച്ചി, ആരും ഒന്നും വിളിച്ചു പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരുണ്ട് സഹായത്തിന്? എന്തായാലും നേരം വിളിക്കട്ടെ, ഏതെങ്കിലും വക്കീലിനെ ചെന്ന് കാണണം. സുരഭി ഇതുവരെ ഒന്നും അറിഞ്ഞ ലക്ഷണമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അറിയത്തില്ലേ അവള്? അവൻ്റെ തള്ള അവനോട് പറയാതിരിക്കുമോ? അവൻ ഗാഥയോട് പറഞ്ഞ സുരഭി അറിയും, ജയശ്രീ പറഞ്ഞു. നീ വിഷമിക്കാതെ. എന്തായാലും നാളെ രാവിലെ ഞാനങ്ങോട്ട് വരാം. ചേച്ചി വരണം. വേറെ ആരാ ഞങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ തന്നെ ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജിതിൻ്റെ അമ്മ അരുന്ധതിയുടെ കോള് വന്നു. ചേച്ചി ഞാനൊന്ന് കട്ട് ചെയ്യുക, വേറൊരു കോള് വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ആ കോള് കട്ട് ചെയ്തിട്ട് ജയശ്രീ പെട്ടെന്ന് അരുന്ധതിയുടെ കോൾ എടുത്തു. ഹലോ, ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിക്കുന്നത്. ജിതിനെയും രാഹുലിനെയും പോലീസ് വിട്ടു. അവർ ഹരിപ്പാട് വന്നുകൊണ്ടിരിക്കുക. സത്യമാണോ ഈ പറയുന്നത്? ഇതെങ്ങനെ സംഭവിച്ചേ? വിശ്വാസം വരാതെ ജയശ്രീ ചോദിച്ചു. ആ സ്ത്രീ കംപ്ലൈൻറ്റ് പിൻവലിച്ചു. പരാതിയൊന്നും ഇല്ലെന്ന് അവരെഴുതി കൊടുത്തു. അപ്പോൾ തന്നെ അവരെ വിട്ടു. ജിതിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞത്. അവൻ്റെ കാറിലാണ് രണ്ടുപേരും വരുന്നത്. സർപ്പദൈവങ്ങൾ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പോഴാണ് സമാധാനമായ. അവനെ ഇവിടെ കൊണ്ടുവിടാൻ പറയണേ, ജയശ്രീ പറഞ്ഞു. അത് പിന്നെ ഈ രാത്രിയിൽ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമോ? എന്തായാലും മോനെ ശരിക്കൊന്ന് ഉപദേശിക്കണം. ഈ പോക്കത്ര ശരിയല്ല. ജിതിൻ വരട്ടെ, അവനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ശരി അരുന്ധതി, നാളെ വിളിക്കാം. എന്തായാലും സന്തോഷം. വിജയലക്ഷ്മിയെ വിളിച്ച് അപ്പോൾ തന്നെ ജയശ്രീ വിവരം അറിയിച്ചു. 10 മണിവരെ നോക്കിയിരുന്നപ്പോഴാണ് രാഹുലിനെയും കൊണ്ട് ജിതിൻ്റെ കൂട്ടുകാരൻ വന്നത്. ഗേറ്റിന് മുന്നിൽ അവനെ ഇറക്കിയിട്ട് അയാൾ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. സിറ്റ് ഔട്ടിൽ ജയശ്രീയും ശീതളും നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കാതെ രാഹുലും അവൻ്റെ മുറിയിലേക്ക് നടന്നു. നില്ലവിടെ, ജയശ്രീ അവൻ്റെ മുന്നിൽ കയറി നിന്നു. എന്നെ തീ തീറ്റിച്ച് നീ അടങ്ങൂ. ഞാൻ എന്ത് ചെയ്തെന്നാണ് അമ്മ പറയുന്നത്? അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് ജയശ്രീക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടിയും നടത്തിയോ? കോപമടക്കി അവർ ചോദിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പ്. വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. ടെൻഷൻ പോകാൻ ഓരോ ബിയറും. എന്നാൽ പിന്നെ ഓരോ കൊപ്പിയും കൂടി മേടിച്ചുകൊണ്ട് വരാൻ വയ്യായിരുന്നോ? വീട്ടിൽ രണ്ടുപേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെന്ന് മറന്നുപോയോ? രാഹുലൊന്നും മിണ്ടിയില്ല. ആ സ്ത്രീക്ക് ദയ തോന്നിയത് പരാതി പിൻവലിച്ചതുകൊണ്ടും ഇങ്ങ് പോരാൻ പറ്റി. അല്ലെങ്കിൽ നാളെ നാട് മുഴുവൻ അറിഞ്ഞേനെ എൻ്റെ മോൻ്റെ വീരസാഹസിക കഥകൾ. നിനക്ക് നാണമില്ലടാ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് ചീത്ത വിളിക്കാൻ? അമ്മയോട് ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാകത്തില്ല. നാളെ നമുക്ക് സംസാരിക്കാം. നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടക്കണം. പോലീസുകാർ നിന്നെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്തോ? ആശങ്കയോടെ ജയശ്രീ ചോദിച്ചു. അതിനൊന്നും അവർക്ക് ധൈര്യം വരത്തില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. ഞങ്ങളെന്താ കൊലപ്പുള്ളികളാണോ? അല്ലെങ്കിൽ വല്ല മോഷണവും നടത്തിയോ? അതിലും വലിയ ക്രൈമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അധിക്ഷേപിച്ച് സംസാരിക്കുന്നതും. അതുവരെ നിശബ്ദയായ ശീതൾ പറഞ്ഞു. നീ ഒന്ന് പോയടി. അവൻ അവളുടെ നേർക്ക് ചീറി. അവൾ പിന്നെ മിണ്ടിയില്ല. ആരും ഒന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു.
അച്ഛനിത് വല്ലതും അറിഞ്ഞാൽ നിന്നെ തല്ലിക്കൊല്ലും, ജയശ്രീ പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തില്ല. സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിൽ അവനല്ല ചെയ്തത്. സുരഭി ആൻറ്റിയുടെ വീട്ടിൽ മുൻപരിചയമില്ലാതെ ഒരുത്തം വന്നാലേ അത് അന്വേഷിക്കണ്ടേ? അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. നീ ചെയ്തത് സുരഭി ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മോളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനല്ലേ വീട്ടിൽ വന്നത്. അവനെ അപമാനിച്ചു എന്നറിഞ്ഞാൽ സുരഭി ക്ഷമിക്കുമോ? രാഹുലിന് അതിന് മറുപടിയില്ലായിരുന്നു. അവൻ സ്വന്തം മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. സുരഭിയും കാതയും ഒന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു. പ്രാർത്ഥന പോലെ ജയശ്രീ പറഞ്ഞു. അറിയാതിരിക്കുമോ അമ്മേ? അവളെ വെറുപ്പിച്ച രാഹുലിന് കാതയെ കൊടുക്കുമോ? രാഹുലേട്ടനെ കുറ്റം പറയുന്നത് ശരിയല്ല. വന്നവരും കാത ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമല്ലോ. ഉണ്ടെങ്കിൽ അതില്ലാതാക്കണമെന്ന് രാഹുലേട്ടനും തോന്നാതിരിക്കുമോ? ശീതൾ ചോദിച്ചു. ജയശ്രീക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടുമുറ്റത്തൊരു കാറ് വന്നു നിന്നു. കാറിൽ നിന്നും സുരഭിയാണ് ഇറങ്ങിയത്. ജനാലയിലൂടെ സുരഭിയെ കണ്ട് ജയശ്രീയും ശീതളും ഞെട്ടി. അധ്യായം 18. ജയശ്രീ ഓടി രാഹുലിൻ്റെ മുറിയിലേക്ക് ചെന്നു. തലേന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഷിഞ്ഞ ക്ഷീണം കാരണം കിടക്കുകയായിരുന്നു അവൻ. എടാ, സുരഭി വന്നിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു, ആദ്യയോടെ ജയശ്രീ പറഞ്ഞു. രാഹുൽ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അവളോട് എതിർക്കാതിരിക്കുന്ന ബുദ്ധി. പിണക്കാനും പാടില്ല. ഇപ്പോൾ അവളുടെ മുമ്പിൽ തോറ്റുകൊടുത്താൽ പിന്നെ നമുക്കൊരിക്കലും അവളെ കൈപ്പിടിയിലാക്കാനും പറ്റത്തില്ല. മനസ്സിലായോ? അവൻ മെല്ലെ തലവലിക്കി. വിളിക്കുമ്പോൾ മാത്രം അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ സംസാരിച്ചോളാം. നീ അധികമൊന്നും മിണ്ടാൻ നോക്കണ്ട. അപ്പോഴേക്ക് സുരഭി കാറിൽ നിന്നിറങ്ങി പടി കയറി സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശീതളിന് ഭയം തോന്നി. പക്ഷെ രണ്ടും കൽപ്പിച്ച് അവൾ സിറ്റൗട്ടിലേക്ക് ചെന്നു. എന്താ ആൻറ്റി രാവിലെ? ഇന്ന് ഓഫീസിൽ പോകണ്ടായോ? ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവൾ സുരഭിയോട് ചോദിച്ചു. പോണം മോളെ. രാഹുൽ ഇല്ല ഇവിടെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഗൗരവഭാവത്തിലായിരുന്നു സുരഭി. അത് കേട്ടുകൊണ്ടാണ് ജയശ്രീ വന്നത്. ഇതാര്? സുരഭിയോ? എന്താ പതിവില്ലാതെ ഈ നേരത്ത്? ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ പറയുകയും ചെയ്തു. സുരഭിയെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന്. ഞാൻ രാഹുലിനെ ഒന്ന് കാണാമെന്നാ ചേച്ചി. എനിക്ക് അവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്, സുരഭി പറഞ്ഞു. ഇരിക്കി, ഞാൻ അവനെ വിളിക്കാം. അവനൊരു പനിയുടെ ആരംഭം പോലെ കിടക്കുക. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് തോന്നുന്നേ അവൻ പേടിച്ചിട്ടുണ്ടെന്നാ. ദുഃഖസ്വരത്തിലാണ് ജയശ്രീ അത് പറഞ്ഞത്. ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നതാണ് ബുദ്ധിയെന്ന് അവർക്ക് തോന്നി. എന്ത് സംഭവം? സംശയത്തോടെ സുരഭി ചോദിച്ചു. സുരഭി ഇരിക്കി, ഞാൻ പറയാം. സെറ്റിയിൽ മുഖാമുഖം അവരിരുന്നു. പോകണോ വേണ്ടയോ എന്ന് സംശയിച്ച് ശീതൾ അവിടെ തന്നെ നിന്നു. രാഹുലിനൊരു അബദ്ധം പറ്റി. അതിൻ്റെ പേരിൽ അവൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. അവനവൻ്റെ പാട് നോക്കി ജീവിച്ചാൽ ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു, ജയശ്രീ പറഞ്ഞു. എന്തിനാ രാഹുലിനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്? അപ്പോൾ സുരഭിയൊന്നും അറിഞ്ഞിട്ടില്ലേ? സംശയത്തോടെ ജയശ്രീ അവളെ നോക്കി. ചിലതൊക്കെ അറിഞ്ഞു. സത്യാവസ്ഥ അറിയാനാണ് ഞാൻ വന്നത്. എന്താണ് സംഭവിച്ചത്? ഗാതമോളുടെ കൂടെ പഠിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒരു പയ്യൻ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? വന്നിരുന്നു. സൂരജ്. അവൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ. രാഹുൽ ഒരു ദിവസം അവിടെ വന്നപ്പം അക്കാര്യം വിജയചേച്ചി അവനോട് പറഞ്ഞു. സൂരജ് എന്ന പേരെന്നും അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ കിഴക്കാണ് വീടെന്നും. അവൻ്റെ കൂട്ടുകാരൻ ജിതിൻ എന്തോ ആവശ്യത്തിന് വേണ്ടി അമ്പലപ്പുഴ ചെന്നപ്പോൾ വെറുതെ ഈ സൂരജിൻ്റെ വീട് അന്വേഷിച്ചു. അവിടെ അടുത്താണെന്നറിഞ്ഞത് വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ എന്തോ തെറ്റിദ്ധരിച്ച് ആളുകളെ വിളിച്ചു കൂട്ടി അവനെ തല്ലാൻ ചെന്നു. വിശ്വാസം വരാതെ സുരഭി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഒരു വിധത്തിലാണ് അവനും കൂട്ടുകാരും അവിടുന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ആ സ്ത്രീ അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്ന് അവരെയും കൊണ്ടുപോയി. അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് രണ്ടുപേരും നിരപരാധികളാണെന്ന് മനസ്സിലായത്. ആ സ്ത്രീയുടെ തെറ്റിദ്ധാരണയും മാറി. അതോടെ പരാതിയും പിൻവലിച്ചു. അപ്പം തന്നെ പോലീസ് രണ്ടുപേരും വിട്ടു. ഗാഥ പറഞ്ഞതാണോ അതോ ജയശ്രീ പറഞ്ഞതാണോ സത്യമെന്നറിയാതെ സുരഭി ആശയക്കുഴപ്പത്തിലായി. എന്നാലും എന്തിനാ രാഹുൽ ആ വീട്ടിൽ പോയത്? അതല്ലേ ഇത്രയും കുഴപ്പങ്ങൾക്ക് സംഭവിച്ചത്? സുരഭി പറഞ്ഞു. ഞാനും അവനോട് ഇത് തന്നെയാണ് ചോദിച്ചത്. ആണുങ്ങളാരും ഇല്ലാത്ത വീടല്ലേ സുരഭി ആൻറ്റിയുടേത്. അവിടെ ആരെങ്കിലും വന്നിട്ട് പോയാൽ ഒന്ന് അന്വേഷിക്കണ്ടേ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ ഇത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചതാണെന്ന് അവൻ പറഞ്ഞത്. സുരഭിക്ക് ഒരു കാര്യം മനസ്സിലായി. വിജയലക്ഷ്മി ചേച്ചിയാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാരി. സൂരജ് അന്ന് വീട്ടിൽ വന്നതും ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാഹുലിനെ ഇളക്കി വിട്ടത് ചേച്ചിയാണ്. അല്ലെങ്കിൽ പിന്നെ സൂരജ് വന്ന കാര്യം അവൻ എങ്ങനെ അറിയാനാണ്? രാഹുലിനൊന്ന് വിളിച്ചേ, സുരഭി ആവശ്യപ്പെട്ടു. ശീതളിനെ നോക്കി ജയശ്രീ ഒന്ന് വിളിച്ചു.
അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൾ രാഹുലിൻ്റെ മുറിയിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഗാതമോൾക്കും വലിയ വിഷമമുണ്ട്. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് അവളുടെ അങ്കിളിൻ്റെ മോന് പ്രശ്നം ഉണ്ടാക്കുക, അത് പോലീസ് കേസാവുക, കോളേജിൽ അതൊക്കെ അറിഞ്ഞാൽ അവളുടെ മാനം പോകും, സുരഭി പറഞ്ഞു. അതിനെ വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ സുരഭി. ജയശ്രീ അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ഇക്കാര്യം ഇക്കാലത്തൊന്നും രഹസ്യമാക്കി വെക്കാൻ പറ്റത്തില്ല ചേച്ചി. അപ്പോഴേക്കും രാഹുലും പിന്നാലെ ശീതളും വന്നു. കിടക്കുമായിരുന്നു. സംസാരം കേട്ടു. ആൻറ്റിയാണെന്ന് ശീതൾ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. എന്തിനാ രാഹുൽ നീ അമ്പലപ്പുഴയിൽ സൂരജിൻ്റെ വീട്ടിൽ പോയത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, സുരഭി പറഞ്ഞു. ആൻറ്റി, ഒന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. സൂരജിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു എന്നുള്ളത് നേര് തന്നെ. പക്ഷെ അത് വഴക്കുണ്ടാക്കാനൊന്നും ആയിരുന്നില്ല. ഫാമിലിയെക്കുറിച്ചൊന്നും അറിയാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു. നിരപരാധിയുടെ മട്ടിൽ അവൻ പറഞ്ഞു. എന്തിനാ സൂരജിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയുന്നത്? അവൻ പറഞ്ഞതിലെ പിന്നിലെ യുക്തി സുരഭിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നിയത് ആ പയ്യനും ഗാഥയുമായി അടുപ്പം കാണുമെന്നാണ്. അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ അന്വേഷിച്ച് വെക്കണ്ടേ? അതിനു വേണ്ടിയായിരുന്നു. രാഹുൽ പറഞ്ഞ കാരണം കേട്ട് സുരഭി അന്തിച്ചു നിന്നു. അവൻ ഇങ്ങനെ ഒരു മലക്കം മറിയുമെന്ന് ജയശ്രീൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തിനാ രാഹുൽ ഇത്ര കടന്നു ചിന്തിച്ചത്? അവർ രണ്ടുപേരും ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാതെ അവർ തമ്മിൽ വേറൊരു ബന്ധമില്ല. അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴി ഹരിപ്പാട് ഇറങ്ങി വീട്ടിലൊന്ന് വന്നേ ഉള്ളൂ, സുരഭി പറഞ്ഞു. ആൻറ്റി പറഞ്ഞതാണ് സത്യമെങ്കിൽ നല്ലത് തന്നെ. കാരണം ഗിരീഷ് അങ്കിളിൻ്റെ മോൾക്ക് ചെന്ന് കയറാൻ പറ്റിയ ഫാമിലി അല്ലാതെ അവരുടെ ലെവൽ വേറെയാണ്, പരിഹാസത്തോടെ രാഹുൽ പറഞ്ഞു. അവർക്ക് എന്താണ് ഒരു ലെവൽ കുറവ്? അവൻ്റെ അമ്മ കുടുംബശ്രീക്കാരിയാണെന്നാണോ? ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നവരവർ. വരുമാനം കുറവായിരിക്കും, അവരുടെ വീട് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അഭിമാനം എന്നൊന്നുണ്ട് അവർക്ക്. അവരുടെ മകള് മറ്റുള്ളവരുടെ മക്കളെപ്പോലെ പഠിച്ച് ഡോക്ടറും എൻജിനീയറും ഓഫീസർമാരും ഒക്കെ ആവുന്നുണ്ട്, സുരഭി പറഞ്ഞു. രാഹുൽ നിശബ്ദനായി നിന്നതേയുള്ളൂ. ഗാഥയും സൂരജും ഫ്രണ്ട്സാണ്, അതിലപ്പുറം അവർ തമ്മിലൊരു ബന്ധമില്ല. നാളെ ഒരിക്കലും അവർ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനത് സന്തോഷത്തോടെ നടത്തി കൊടുക്കുകയും ചെയ്യും. മുഖത്ത് അടിയേറ്റതുപോലെയായിരുന്നു ജയശ്രീക്ക് ആ വാക്കുകൾ. കുലം നോക്കി വേണം സുരഭി പെണ്ണെടുക്കാനും കൊടുക്കാനും. അത് അറിവുള്ളവർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് ഏട്ടൻ്റെ മകളുടെ കാര്യത്തിലും അത് മതി. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. രാഹുലിനൊരു തെറ്റുപറ്റിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല, ഞാൻ ഉറപ്പുവരുന്നു, ജയശ്രീ പറഞ്ഞു. ഞാൻ ആരെയും വിചാരണ ചെയ്യാനോ കുറ്റപ്പെടുത്താനോ വന്നതല്ല ചേച്ചി. നടന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓഫീസിൽ പോകാൻ നേരായി, ഞാൻ പോവാണ്, സുരഭി പറഞ്ഞു. ഇരിക്കി, ചായ എടുക്കാം. വേണ്ട, സമയമില്ല. സുരഭി അപ്പോൾ തന്നെ കാറിൽ കയറി സ്ഥലം വിട്ടു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ? നീ എന്തിനാ അവൻ്റെ തള്ളയുമായി വഴക്കുണ്ടാക്കാൻ പോയത്? രാഹുലിനോട് ജയശ്രീ കയർത്തു. അമ്മയുടെ ചേച്ചി ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ ചെന്നപ്പോൾ വിജയമ്മച്ചി ഓരോന്ന് പറഞ്ഞ് എന്നെ ഇളക്കി വിട്ടത്. ദേഷ്യത്തോടെ രാഹുൽ അവൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. ജയശ്രീയുടെ വീട്ടിൽ ചെന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോകാനായിരുന്നു സുരഭിയുടെ പ്ലാൻ. പക്ഷെ അവളത് മാറ്റി. കാർ വീണ്ടും വീട്ടിലേക്കാണ് വിട്ടത്. വിജയലക്ഷ്മി ചേച്ചിയെ കണ്ട് കൈയോടെ സംസാരിക്കണം. വൈകുന്നേരത്തേക്ക് മാറ്റി വച്ചാൽ ചിലപ്പോൾ ചൂടാറിപ്പോകും. അല്ലെങ്കിൽ എന്തിനാ അവരോട് അതൊക്കെ പറയുന്നതോർത്ത് മനസ്സ് ഉദാസീനമാകും. സുരഭിയുടെ കാറ് വീണ്ടും വീട്ടുമുറ്റത്തേക്ക് കയറി വന്നത് കണ്ട് മായ ഒന്ന് പരിഭ്രമിച്ചു. അവൾ ഓടിച്ചെന്നു. എന്താ ചേച്ചി, വല്ലതും എടുക്കാൻ മറന്നോ? ഫോണോ മറ്റോ? അവൾ ചോദിച്ചു. ഒന്നും മറന്നതല്ല മായേ. വിജയമ്മ ചേച്ചി എവിടെ? മുറിയിലുണ്ട്. എന്താ ചേച്ചി? മായയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് സുരഭി ചെന്നു. മൊബൈലിൽ നോക്കി ബെഡിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ വിജയലക്ഷ്മി. സുരഭിയെ കണ്ട് അവർ അറിയാതെ ഒന്ന് ഞെട്ടി. നീ ഓഫീസിൽ പോയില്ലേ? അവർ മെല്ലെ എഴുന്നേറ്റു. ഗാഥമോളുടെ ഫ്രണ്ട് സൂരജ് ഇവിടെ വന്ന കാര്യം രാഹുലിനോട് ചേച്ചി പറഞ്ഞോ? അവൾ ചോദിച്ചു. രാഹുൽ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ പലതും പറയുന്ന കൂട്ടത്തിൽ അതും ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. എന്താ നീ ചോദിച്ചേ? ഒന്നും അറിയാത്ത മട്ടിൽ വിജയലക്ഷ്മി അവളെ നോക്കി. കാര്യമുണ്ട്. സൂരജിനെക്കുറിച്ച് വേറെന്തൊക്കെ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അവൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞോ? അവൻ്റെ അമ്മയുടെ പേരെന്താണെന്ന് പറഞ്ഞോ? ദുർബലമായി വിജയലക്ഷ്മി വീണ്ടും മൂളി. അവൻ്റെ വീട്ടുപേര് പറഞ്ഞു കൊടുത്തു അല്ലേ? വിജയലക്ഷ്മി മിണ്ടിയില്ല. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ചേച്ചിയല്ലേ? അയ്യോ സുരഭി, ഞാൻ അങ്ങനൊന്നും അവനോട് പറഞ്ഞില്ല. ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യം അത്. സത്യമായിട്ട് ഞാൻ
വിജയലക്ഷ്മി നിരപരാധിയെപ്പോലെ വാദിക്കാൻ ശ്രമിച്ചു. രാഹുലിനെ പോലീസ് കൊണ്ടുപോയ കാര്യം ഇന്നലെ തന്നെ ചേച്ചി അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞായിരുന്നു. ജയശ്രീ വിളിച്ചു പറഞ്ഞു. എന്നിട്ടെന്താ അക്കാര്യം എന്നോട് പറയാഞ്ഞത്? അത് പിന്നെ നിനക്ക് വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കൊള്ളാം. ഞാനിതൊന്നും ഒരിക്കലും അറിയില്ലെന്ന് ചേച്ചി വിചാരിച്ചോ? സൂരജ് ഇവിടെ വന്ന കാര്യം രാഹുലിനോട് ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും അനിഷ്ട സംഭവങ്ങളുണ്ടായത്. എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടും മനോവിഷമവും ഉണ്ടാക്കിയെന്നറിയാമോ? ചേച്ചി കാരണമാണ് രാഹുൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അവൻ ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടല്ലേ? അതിന് ഞാനെന്ത് പഴിച്ചു? ഓ അത് ശരി, അവൻ ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതാണ് ആ സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തത് അല്ലേ? അവൻ പറഞ്ഞത് വെറുതെ സൗഹൃദ സന്ദർശനത്തിൽ ചെന്നതേയുള്ളൂ. വിജയലക്ഷ്മിക്ക് മറുപടിയില്ലായിരുന്നു. ഒരപേക്ഷയുണ്ട്. ദയവേത് എൻ്റെ മോളുടെയും കാര്യത്തിൽ ആരും ഇടപെടരുത്. ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തരുത്. ആ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. കൂടുതലൊന്നും പറയാതെ സുരഭി ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവൾക്ക് കുറേ നേരത്തേക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടിയില്ല. എന്തിനാണ് ഇത്തരം ബന്ധുക്കൾ? സ്നേഹവും മനസമാധാനവും അല്ലേ അവർ തരേണ്ടത്? അതിനു പകരം അപമാനവും മനോവിഷമങ്ങളും. അവർ കാരണമാണ് സേതുവുമായുള്ള സ്നേഹത്തിന് കടിഞ്ഞാനിട്ടത്. അവർക്കിഷ്ടപ്പെടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സേതുവിനെ അകറ്റി നിർത്തിയത്. അതിൻ്റെ കാരണം അറിയാതെ സേതു കുറേ വിഷമിച്ചു കാണും. തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അന്ന് വൈകുന്നേരം സുരഭി ഓഫീസിൽ നിന്നും ചെന്നപ്പോൾ ഒരു വാർത്ത പറയാൻ മായ കാത്തിരിക്കുകയായിരുന്നു. വിജയമ്മ ചേച്ചി പോയി. അനിയത്തിയുടെ വീട്ടിലേക്കായിരിക്കും. ഒരു ബാഗുമായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോവാണെന്ന്. എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ അത് അറിയണ്ടെന്ന് പറഞ്ഞു. പിണങ്ങിപ്പോയതാണോ? സുരഭി ചോദിച്ചു. ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. രാവിലെ ചേച്ചി കുറേ സംസാരിച്ചില്ലേ? അതിഷ്ടപ്പെട്ട് കാണത്തില്ലെന്നേ. വിജയമ്മ ചേച്ചി പോയതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പകല് നിനക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? പകലെന്നല്ല, രാത്രിയിലും എനിക്കിവിടെ പേടിയൊന്നുമില്ല, മായ പറഞ്ഞു. നമ്മളെ തോൽപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. ആരെയും ഇവിടെ പിടിച്ചു കിട്ടിയിരുന്നില്ല. പോകുന്നവർ പോട്ടെ, സുരഭി പറഞ്ഞു. അന്ന് കുളി കഴിഞ്ഞ് വേഷം മാറ്റി പുറത്ത് സിറ്റൗട്ടിൽ വന്നിരുന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. സേതുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന് അവൾക്ക് തോന്നി. ഇത്രയും നാളത്തെ നിശബ്ദതയ്ക്ക് കാരണമെന്താണെന്ന് സേതു ഏതായാലും ചോദിക്കും. പക്ഷെ അതിന് മറുപടി കണ്ടല്ലോ. അവൾ മൊബൈലെടുത്ത് സേതുമാധവനെ വിളിച്ചു. പക്ഷെ ബെല്ലടിച്ചു നിന്നതല്ലാതെ കോൾ എടുക്കപ്പെട്ടില്ല. പിണങ്ങിയായിരിക്കുമോ അതോ ദേഷ്യമായിരിക്കുമോ? അവൾ സംശയിച്ചു. പക്ഷെ ഉടൻ തന്നെ സേതുമാധവൻ്റെ കോൾ വന്നു. എൻ്റെ ഭാഗത്തുനിന്നും സുരഭിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടായോ? അയാൾ ചോദിച്ചു. ഇല്ല. പിന്നെന്തിനാണ് ഞാൻ പലതവണ വിളിച്ചിട്ടും സംസാരിക്കാതിരിക്കുന്നത്? ഞാനൊരു മൂഢസ്വർഗത്തിലായിരുന്നു, അതാണ് കാരണം, സുരഭി പറഞ്ഞു. മനസ്സിലായില്ല? ഒരുപാട് പറയാനുണ്ട്. അത് കേട്ടാലേ സേതുവിന് മനസ്സിലാവും. എങ്കിൽ പറയടോ. ഇപ്പോൾ വേണ്ട, വേറൊരിക്കലും. പിന്നെ ഇപ്പോഴെന്താ വിളിക്കാൻ തോന്നിയത്? സേതുവിനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട്. സുരഭി, സേതുമാധവൻ വിളിച്ചു. അത് സ്നേഹാർദ്ദമായ വിളിയായിരുന്നു. എന്തോ അവൾ സകലതും മറന്നു വിളി കേട്ടു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പുഞ്ചിരി തൂകി നിന്നു. വാർഡിലെ ജോലിത്തിരക്ക് കാരണം ഉച്ചയായതും 1 മണി കഴിഞ്ഞതും ഗാഥ അറിഞ്ഞില്ല. നല്ല വിശപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് സമയം നോക്കിയത്. കഴിക്കാൻ പോകണമെങ്കിൽ ആരെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിക്കണം. അടുത്ത വാർഡിലെ ഡ്യൂട്ടി ഡോക്ടർ ഭക്ഷണം കഴിച്ചിട്ട് വന്നെങ്കിൽ ധൈര്യമായിട്ട് പോകാമായിരുന്നു. അവൾ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂരജ് വന്നത്. സൂരജിനെ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു, പക്ഷെ തീരെ സമയം കിട്ടിയില്ല, അവൾ പറഞ്ഞു. എന്താ വിശേഷിച്ച്? അയാൾ ചോദിച്ചു. വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാഹുലേട്ടനെതിരെ കൊടുത്ത പരാതി സൂരജിൻ്റെ അമ്മ പിൻവലിച്ചു എന്ന കാര്യം പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് വേണ്ടായിരുന്നു. തെറ്റ് ചെയ്തവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം, അവൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അയാളും ഫ്രണ്ടും 4-5 മണിക്കൂർ ഒരേ നിൽപ്പ് നിന്നില്ലേ? അതൊരു ശിക്ഷ തന്നെയാണ്. അത് മതിയല്ലോ. പക്ഷെ ഗാഥയുടെ ബന്ധുവാണ് രാഹുൽ എന്ന് മനസ്സിലായതുകൊണ്ടാണ് അമ്മ കംപ്ലൈൻറ്റ് പിൻവലിച്ചത്. അത് വേണ്ടായിരുന്നു സൂരജ്. എൻ്റെ ഫ്രണ്ടല്ലേ നീ. നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് അമ്മ കാരണം ഒരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ലെന്ന് എന്നോട് ന്യായം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ അമ്മയ്ക്ക് ശരിക്കും മനസ്സിലായി. അവരുടെ ഉള്ളിലിരിപ്പും പിടികിട്ടി, ഗാഥ പറഞ്ഞു. ഉള്ളിലിരിപ്പോ? അവളൊന്ന് ചിരിച്ചു. അത് ചില ഫാമിലി സീക്രട്ടാണ്. തൽക്കാലം ഇദ്ദേഹം അതൊന്നും അറിയണ്ട. ഓക്കെ, ഗാഥ ഭക്ഷണം കഴിച്ചോ? സൂരജ് ചോദിച്ചു. എങ്കിൽ പോയി കഴിച്ചിട്ട് വരൂ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം.
വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്ക് ഒന്നിച്ചു പോയി കഴിക്കാം, അവൾ പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, നീ പോയിട്ട് പാടോ. അല്പം നിരാശ തോന്നിയെങ്കിലും അവൾ പോയി ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രിയിൽ സുരഭി അവളെ വിളിച്ചു. നിനക്ക് ഉടനെ എങ്ങാനും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമുണ്ടോ? ഇല്ലമ്മേ, ഈ മാസം എന്തായാലും നടക്കത്തില്ല, ഗാഥ പറഞ്ഞു. എങ്കിലും ഞാനങ്ങോട്ട് വന്നാലോ? ശനിയാഴ്ച രാവിലെ വരാം. അന്ന് അവിടെ നിൻ്റെ കൂടെ നിന്നിട്ട് പിറ്റേന്ന് പോന്നാൽ മതി. നല്ല കാര്യം. എന്താ ഈ അത്ഭുതം ഇപ്പോൾ തോന്നാൻ കാരണം? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷെ മായ ഒറ്റയ്ക്കാവില്ല അവിടെ. വിജയലക്ഷ്മി ചേച്ചി ഇന്ന് രാവിലെ തിരിച്ചു വന്നു. ഒന്ന് പേടിപ്പിച്ച് നോക്കിയതായിരിക്കും. പക്ഷെ ഫലമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വന്നതായിരിക്കും, സുരഭി പറഞ്ഞു. അതല്ലമ്മേ, നമ്മുടെ വീട്ടിലെ ന്യൂസ് പിടിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിച്ചാലല്ലേ പറ്റൂ. മോളെ, എന്നേക്കാ ബുദ്ധിയുണ്ട് നിനക്ക്, സുരഭി അവളെ അഭിനന്ദിച്ചു. ആ ശനിയാഴ്ച രാവിലെ സുരഭി ഹരിപ്പാട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നു. ഗാഥയ്ക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് അവൾ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് അവൾ പോയപ്പോഴാണ് രോഷ്നിയും ധന്യയും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അത് കാരണം സുരഭിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നില്ല. ഗാഥയുടെ കൂട്ടുകാരികൾക്ക് അവൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവരുമായി തമാശകൾ പറഞ്ഞിരുന്നു. രാവിലെ ഗാഥ വരും മുൻപേ ധന്യയും റോഷ്നിയും പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മയും മോളും സംസാരിച്ചിരിക്കുമ്പോഴാണ് ഗാഥയ്ക്കൊരു കോൾ വന്നത്. അമ്മ, ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം, വേഗം വരാം, ഏറിയാൽ ഒരു അരമണിക്കൂർ. ഗാഥ അപ്പോൾ തന്നെ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. ഗാഥ ഇത്ര വേഗം വന്നോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സുരഭി ചെന്ന് വാതിൽ തുറന്നത്. പക്ഷെ വന്നത് സേതുമാധവനായിരുന്നു. അപ്രതീക്ഷിതമായി കണ്ട രണ്ടുപേരുടെയും മുഖം തുടുത്തു. സുരഭി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഗാഥ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സേതു വരുമെന്ന് കള്ളി എന്നോട് പറഞ്ഞില്ല. അകത്തേക്ക് വരും, സുരഭി ക്ഷണിച്ചു. സേതുമാധവൻ അകത്തേക്ക് കയറി. സുരഭി വാതിൽ വീണ്ടും അടച്ച് ബോൾട്ടിട്ടു. അപ്പോൾ അവളുടെ ഹൃദയം ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങിയിരുന്നു. അധ്യായം 19. പരസ്പരം മുഖത്തോട് മുഖം നോക്കി സുരഭിയും സേതുമാധവനും സെറ്റുകളിലിരുന്നു. അവർക്കിടയിലുള്ള ഗ്ലാസ് ടോപ്പുള്ള ടീപ്പോയും അതിൽ വെച്ച ഫ്ലവർ വേസും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വന്നതും 1 മണിക്കൂറിനുള്ളിൽ വരാമെന്നും പറഞ്ഞിട്ടാണ് ഗാഥ പോയത്, സുരഭി പറഞ്ഞു. അങ്കിൾ ഇന്നിങ്ങോട്ട് വരൂ, സൺഡേ അല്ലേ, ഓഫീസിലല്ലോ എന്ന് പറഞ്ഞാണ് ഇന്നലെ മോളെന്നോട് പറഞ്ഞത്. ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കുമെന്നും കൂട്ടത്തിൽ പറഞ്ഞു. പക്ഷേ സർപ്രൈസ് ഇത്ര ത്രില്ലിംഗ് ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പുഞ്ചിരിയോടെ സേതുമാധവൻ പറഞ്ഞു. ത്രില്ലിങ്? ഉള്ളിലുണ്ടായിരുന്ന ഹർഷം ഒളിപ്പിച്ച് അവൾ ചോദിച്ചു. അതെ, സുരഭിയെ കാണുന്നത് എപ്പോഴും സുഖമുള്ള അനുഭവം തന്നെയാണ്. അവൾ മഹാകള്ളിയാണ്, സുരഭി പറഞ്ഞു. ആര്? എൻ്റെ മോള്. അല്ലാതാരാ? എന്നോട് പറഞ്ഞില്ല സേതു വരുന്ന കാര്യം. നമ്മളെ ഒന്ന് ഞെട്ടിച്ച് കളയാമെന്ന് മോള് വിചാരിച്ചു കാണും. അത് നടക്കുകയും ചെയ്തു. അത് മാത്രമല്ല സേതു, അവൾക്ക് കുസൃതി ഇത്തിരി കൂടുതലാണ്. പറ്റിയ 2 കൂട്ടുകാരികളെയും കിട്ടിയിട്ടുണ്ട്, സുരഭി പറഞ്ഞു. ധന്യയും രോഷ്ണിയല്ലേ, ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരെ. പക്ഷേ അവരെ ശരിക്കറിയില്ല സേതുവിന്. ഒരു ദിവസം അവർ 3 പേരും കൂടി എന്നെ വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. എന്തായിരുന്നു സംഭവം? കൗതുകത്തോടെ സേതുമാധവൻ ചോദിച്ചു. അവരുടെ ഓരോരോ വർത്തമാനങ്ങൾ. അന്നത്തെ കല്യാണാലോചനയെക്കുറിച്ച് സേതുവിനോട് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് സുരഭിയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, പെട്ടെന്ന് അയാൾ പറഞ്ഞു. എന്താണ് സേതു? എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയാണ്. ഗൗരവഭാവത്തിലാണ് സേതുമാധവൻ സംസാരിച്ചത്. എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് സുരഭിക്ക് ഏതാണ്ടൊരു ഊഹം കിട്ടാതിരുന്നില്ല. സേതു പറയൂ. എങ്കിലും അവൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്തിനാണ് താൻ കുറേ ദിവസം എന്നെ ഒഴിവാക്കിയത്? ഞാൻ എത്രയോ തവണ വിളിച്ചു. സുരഭി കോൾ എടുത്തില്ല. മനഃപൂർവ്വമായിരുന്നില്ല അത്? അവൾ മെല്ലെ മുഖം കുനിച്ചു. പക്ഷെ 2 ദിവസം മുൻപ് ആ പഴയ സുരഭിയെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. സേതു ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനഃപൂർവ്വമാണോ ഫോൺ എടുക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ അതേന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. എന്തായിരുന്നു കാരണം? അതാണ് എനിക്കറിയേണ്ടത്. ഒരു തെറ്റിദ്ധാരണയായിരുന്നു കാരണം, അവൾ പറഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഞാനെന്താണ്? സേതു ഒന്നും ചെയ്തില്ല. എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന കാര്യം പെട്ടെന്ന് ഞാൻ മറന്നുപോയി. മറ്റുള്ളവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. സുരഭി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, സേതുമാധവൻ പറഞ്ഞു.
സേതുവിനെ സംബന്ധിക്കുന്ന ഒന്നുമല്ലത്, എൻ്റെ ചില കുടുംബ പ്രശ്നങ്ങൾ. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പോൾ അത് മാറിക്കിട്ടി. യെസ്. അന്ന് തന്നെ ഞാൻ സേതുവിനെ വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് സുരഭി ഒരു കാര്യം ഓർത്തത്. സേതു വന്നിട്ട് കുറേ നേരമായെങ്കിലും ആദിത്യ മര്യാദ മറന്നു. കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായ ഉണ്ടാക്കട്ടെ? അവൾ എഴുന്നേറ്റു. ഒന്നും വേണ്ട, സുരഭി ഇരിക്കി. മോള് വരുമ്പോൾ എന്നെ കളിയാക്കും. സേതു അങ്കിളിനെ കണ്ടപ്പോൾ അമ്മ ചായ എടുക്കാൻ പോലും മറന്നെന്ന്. ചിരിച്ചുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി സേതുമാധവൻ ഇരുന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അവൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് പകർന്നു. ഇൻഡക്ഷൻ ടോപ്പിന് മീതെ പാത്രം വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ നേർത്ത സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. ഞെട്ടലോടെ സുരഭി തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ സേതുമാധവൻ വന്നു നിൽക്കുന്നു. എന്താ സേതു? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ ഞാൻ എത്തും. അപ്പോൾ കേൾക്കാൻ നിങ്ങളും ഉണ്ടാവണം. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.